ഇന്ന് കേരളത്തിലെ ജില്ലകളെ കുറിച്ച് കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഇടുക്കി. ഇടുക്കി. മുല്ലപ്പെരിയാർ ഡാം ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഇടുക്കി. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല? മലപ്പുറം. മലപ്പുറം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല? മലപ്പുറം. തേക്കടിയുടെ കവാടം? കുമളി. കുമളി. ഇത് ഏത് ജില്ലയിലാണ് കുമളി? ഇടുക്കി. ഇടുക്കി ജില്ലയിലെ കുമളി. തേക്കടിയുടെ കവാടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് കുമളി. കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകൻ ആര്? ടി രാമറാവു. ടി രാമറാവു. കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകൻ ടി രാമറാവു. കേരളത്തിലെ ആദ്യത്തെ ആധുനിക ഫിലിം സ്റ്റുഡിയോ? ഉദയ സ്റ്റുഡിയോ. ഉദയ സ്റ്റുഡിയോ. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. ആലപ്പുഴ. ആന പരിശീലനത്തിന് പ്രസിദ്ധമായ കോന്നി ഏത് ജില്ലയിലാണ്? എറണാകുളം. പത്തനംതിട്ട. പത്തനംതിട്ട. കോന്നി പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ആലപ്പുഴ. ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കഥകളിയുടെ ആദ്യ രൂപം ഏതായിരുന്നു? രാമനാട്ടം. രാമനാട്ടം. രാമനാട്ടം രൂപം കൊണ്ടത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലെ എവിടെ? കൊട്ടാരക്കരയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്? അഗസ്ത്യവനം. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യവനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പ്രസിദ്ധമാണല്ലോ. ഇത് ഏത് ജില്ലയിലാ? തൃശൂർ. തിരുവനന്തപുരം. എന്തൊക്കെയാ പറയുന്നത്? പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ജില്ല. ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുള കണ്ടെത്തിയ സ്ഥലം കൊല്ലം ജില്ലയിലാണ്. പട്ടാഴി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളമുള്ള മുള കണ്ടെത്തിയത് കൊല്ലം ജില്ലയിലെ പട്ടാഴി. കേരളത്തിലെ ഒരേ ഒരു സിംഹ സഫാരി പാർക്ക്? നെയ്യാർ ഡാം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം ആണ് കേരളത്തിലെ ഒരേ ഒരു സിംഹ സഫാരി പാർക്ക്. കക്കി അണക്കെട്ട് പമ്പാ നദി. കക്കി അണക്കെട്ട് പമ്പാ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ഏതാണ്? ആറന്മുള വള്ളംകളിയാണ് ജലത്തിലെ പൂരം. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. പത്തനംതിട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു മത സമ്മേളനം? ചെറുകോൽ പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനം. ഏതു നദിയുടെ തീരത്താണ്? പമ്പാ നദിയുടെ തീരത്ത്. പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയുടെ തീരത്ത്. ആലപ്പുഴ പട്ടണം സ്ഥാപിച്ചത് ആരാന്നറിയാമോ? രാജാ കേശവദാസൻ. ആലപ്പുഴ പട്ടണം സ്ഥാപിച്ചത് ദിവാൻ രാജ കേശവദാസ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക്? ഐരാപുരം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. ഐരാപുരം റബ്ബർ പാർക്കും എറണാകുളം ജില്ലയിലാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം? തൃശൂർ. തൃശൂർ നഗരത്തിന്റെ ശില്പി? ശക്തൻ തമ്പുരാൻ തൃശൂർ നഗരത്തിന്റെ ശില്പി. പൂരത്തിന്റെ നാട്? തൃശൂർ. തെയ്യങ്ങളുടെ നാടോ? ഓക്കെ, തെറ്റിപ്പോയത്. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ, പൂരത്തിന്റെ നാട് തൃശൂർ. ആറളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം. ബേപ്പൂർ സുൽത്താൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകരിച്ച ജില്ല? കാസർഗോഡ്. ബേക്കൽ കോട്ട
എന്ന ടൂറിസ്റ്റ് കേന്ദ്രം ഏത് ജില്ലയിൽ? കാസർഗോഡ് ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ബേക്കൽ കോട്ട. അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളുള്ള പക്ഷി പാതാളം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ. വാഗൻ ട്രാജഡിയുടെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂർ. ഏത് ജില്ലയിലാ? മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് വാഗൻ ട്രാജഡിയുടെ സ്മാരകം ഉള്ളത്. കേരളത്തിലെ ആദ്യ ബേക്കറി തുടങ്ങിയത് എവിടെ? തലശ്ശേരി. കേരളത്തിലെ ആദ്യ ബേക്കറി തുടങ്ങിയത് തലശ്ശേരി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന ജില്ല? ആലപ്പുഴ. അല്ല. കാസർഗോഡ്. ആലോചിച്ച് പറയണം, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുഴകൾ ഒഴുകുന്ന ജില്ല? കാസർഗോഡ് ജില്ല. മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി ഏതായിരുന്നു? പയ്യന്നൂർ. ഏത് ജില്ലയാണ്? കണ്ണൂരിലെ പയ്യന്നൂർ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? മഞ്ചേശ്വരം പുഴ, കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ, കാസർഗോഡ് ജില്ലയിലാണ് ഒഴുകുന്നത്. കേരളത്തിലെ ഒരേ ഒരു ഡ്രൈവ് ഇൻ ബീച്ച്? മുഴപ്പിലങ്ങാട് ബീച്ച്. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ. ഓക്കെ. കേരളത്തിലെ ഒരേ ഒരു ഡ്രൈവ് ഇൻ ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച്, കണ്ണൂര്. ഇന്ത്യൻ സർക്കസിന്റെ പിതാവാരാ? കീലേരി. മറന്നുപോയോ പഠിച്ച? ഇന്ത്യൻ സർക്കസിന്റെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ. അത് നാട് ഏതാ? കുഞ്ഞിക്കണ്ണന്റെ നാട്? കണ്ണൂർ ജില്ല. കണ്ണൂരിലെ തലശ്ശേരി 3 സീകളുടെ നാടാന്ന് അറിയപ്പെടുന്നുണ്ട്. 3 സീകളുടെ നാട് കണ്ണൂരിലെ തലശ്ശേരി. എന്നാൽ ഈ 3 സി എന്ന് പറയുന്നത് എന്തൊക്കെയാ? രണ്ടാമത്തെ സി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം, കഴിക്കുന്ന ഒരു സാധനം? കേക്ക്. മൂന്നാമത്തെ സി ക്രിക്കറ്റ്. അപ്പോൾ 3 സീകളുടെ നാടാണ് കണ്ണൂരിലെ തലശ്ശേരി. കേക്ക്, സർക്കസ്, ക്രിക്കറ്റ്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണെന്നറിയാമോ? നെല്ലിയാമ്പതി. അവിടെ ഏത് തോട്ടങ്ങളാണുള്ളത് ഏറ്റവും കൂടുതൽ? ഓറഞ്ച് തോട്ടങ്ങൾ. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. മാമാങ്കം നടന്നിരുന്നത് എവിടെയാണെന്നറിയാമോ? തിരുനാവായ, മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലെ തിരുനാവായയിലാണ് മാമാങ്കം നടന്നിരുന്നത്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം? എറണാകുളം. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം. ഇരവികുളം നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. അവിടുത്തെ സംരക്ഷണ മൃഗം വരയാട്. ഓക്കെ. എന്നാൽ ഇരവികുളം നാഷണൽ പാർക്ക് ഏത് താലൂക്കിലാണ്? ദേവികുളം താലൂക്കില്. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല? ഇടുക്കി. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത സ്ഥലം ഏതാണെന്നറിയാം? മണ്ണുത്തി അല്ല, മണ്ണടി. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത സ്ഥലം മണ്ണടി. ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിലാണ്. ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്ന ക്ഷേത്രം? ഗുരുവായൂർ. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏത് പുഴയിലാ? ചാലക്കുടി. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിൽ. കൊച്ചി തുറമുഖത്തിന് ആഴം കൂട്ടാൻ കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചുണ്ടാക്കിയ കേരളത്തിലെ ഒരേ ഒരു മനുഷ്യനിർമ്മിത ദ്വീപാണ് വില്ലിംഗ്ടൺ ദ്വീപ്. ഏത് ജില്ലയിലാ? എറണാകുളം ജില്ലയിൽ. അതായത് കൊച്ചി തുറമുഖത്തിന് ആഴം കൂട്ടാൻ കുഴിച്ചെടുത്ത മണ്ണ് അത് നിക്ഷേപിച്ചുണ്ടാക്കിയ കേരളത്തിലെ ഒരേ ഒരു മനുഷ്യനിർമ്മിത ദ്വീപ്. അതാണ് എന്ത്? വില്ലിംഗ്ടൺ ദ്വീപ്, എറണാകുളം ജില്ലയില്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാന്നറിയാമോ? റോബർട്ട് ബ്രിസ്റ്റോ. സർ റോബർട്ട് ബ്രിസ്റ്റോ. എന്തിന്റെ ശില്പിയാണ്? കൊച്ചി തുറമുഖത്തിന്റെ ശില്പി സർ റോബർട്ട് ബ്രിസ്റ്റോ. കേരളത്തിലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ചിന്നാർ ഏത് ജില്ലയിലാണ്? ഇടുക്കി. അതായത് കേരളത്തിലെ മഴ നിഴൽ പ്രദേശമാണ് ചിന്നാർ. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ചിന്നാർ ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ നിത്യഹരിത വനപ്രദേശമായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്?
പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കിലാണെന്ന് അറിയാമോ? മണ്ണാർക്കാട് താലൂക്ക്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാ? പാലക്കാട് ജില്ല. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദേശം കിള്ളിക്കുറിശി മംഗലം. പാലക്കാട് ജില്ലയിലാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദേശം കിള്ളിക്കുറിശി മംഗലം. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പദ്ധതി കഞ്ചിക്കോട്. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ പദ്ധതി കഞ്ചിക്കോട്, പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം കഞ്ചിക്കോട്, പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. മുമ്പേ നിങ്ങൾ വിളിച്ചു പറഞ്ഞായിരുന്നത്. വേലുത്തമ്പി ദളവയുടെ മണ്ണടി ചോദിച്ചപ്പോ അതൊക്കെ വിളിച്ചു പറഞ്ഞത്. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി. ഏത് ജില്ലയിലാ? തൃശൂർ ജില്ലയിലെ മണ്ണൂത്തി കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. തൃശൂർ ജില്ലയിലെ മണ്ണൂത്തി. കർഷകര് കൃഷി ചെയ്യുന്ന മണ്ണ് വെച്ച് അങ്ങനെ ക്ലൂ ഇട്ട് പഠിച്ചാൽ മതി. കേരളത്തിലെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന ഉദ്യാനം ഏതാ? മലമ്പുഴ ഉദ്യാനം. ഏത് ജില്ലയില്? പാലക്കാട്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പാ നദിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ഏത് ജില്ലയിലാണ് സ്ഥാപിച്ചത്? ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാർ, ആലപ്പുഴ ജില്ലയിലെ വയലാർ. അക്ഷരനഗരം കോട്ടയം. കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകനാരായിരുന്നു? ടി രാമറാവു. കേരളത്തിൽ ചന്ദന മരങ്ങൾ കൂട്ടമായി കാണപ്പെടുന്ന സ്ഥലം ഏതായിരുന്നു? ഇടുക്കിയിലെ മറയൂർ. ഇടുക്കി ജില്ലയിലെ മറയൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ എവിടെയാണ്? മൂലമറ്റം. കുറെ നേരം കൊണ്ട് വിളിച്ചു പറഞ്ഞല്ലോ മൂലമറ്റം എന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൂലമറ്റം. ഭൂഗർഭ ജലവൈദ്യുത നിലയം, മാറിപ്പോവരുത്. ആശാൻ സ്മാരകം എവിടെയാണ്? കുമാരനാശാന്റെ സ്മാരകം ഏത് ജില്ലയില്? തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം? തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ഏതായിരുന്നു? ശിവഗിരി. തിരുവനന്തപുരം ജില്ലയിലാണ് ശിവഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം? തെന്മല. കൊല്ലം ജില്ലയിലെ തെന്മല. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കും തെന്മലയിലാണ്. ചിത്രശലഭങ്ങളുടെ പാർക്ക് തെന്മല. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് ജില്ലയിലാണ്? പുന്നപ്ര വയലാർ സമരം നടന്നത് ആലപ്പുഴ ജില്ല. കേരളത്തിലെ വനപ്രദേശം ഏറ്റവും കുറവുള്ള ജില്ല? ആലപ്പുഴ. കൂടുതൽ നദികളല്ലേ ഇവിടെ? എന്നാൽ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ.